ഹലോ, എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ് എൻ്റെ സ്ഥലം. ഞാൻ ഈ വർഷം ന്യൂഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ BA ഓണേഴ്സ് ഇക്കണോമിക്സിന് ജോയിൻ ചെയ്തു. ഇപ്പോൾ ഡൽഹിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു CUET ജേർണി അല്ലെങ്കിൽ പ്രിപ്പറേഷൻ തൊട്ട് അഡ്മിഷൻ വരെയുള്ള ജേർണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാൻ 10th വരെ CBSE ബോർഡിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എനിക്ക് ഹ്യൂമാനിറ്റീസ് പെർസ്യൂ ചെയ്യാനായിരുന്നു താല്പര്യം. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ സ്കൂൾ ആ ഒരു സ്ട്രീം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഞാനൊരു ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, പൊളിറ്റിക്സ് ആയിരുന്നു എനിക്കുണ്ടായിരുന്ന കോമ്പിനേഷൻ. +1 അഡ്മിഷൻ എടുത്തപ്പോൾ മുതലേ തന്നെ ഡിഗ്രി പഠനത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നു, എങ്ങനെയായിരിക്കുമെന്ന് ആലോചിച്ചിരുന്നു. സോ എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് അന്ന് മനസ്സിലായി. സോ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് അഡ്മിഷൻ സെലക്ഷൻ നടത്തുന്നത് എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത് CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു പുതിയ എക്സാം 2022 മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. സോ ആ ഒരു എക്സാമിൻ്റെ സ്കോർ വഴിയായിരിക്കും ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റീസും ഒക്കെ അഡ്മിഷൻ നടത്തുക എന്ന് മനസ്സിലായി. സോ അതിനെപ്പറ്റി, ഈ എക്സാമിനെ പറ്റി അധികം അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അധികം മലയാളം വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അധികമൊന്നുമില്ല, ആകെ പ്രെപ്വൈസ് മാത്രമായിരുന്നു അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സെഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ അന്ന് മുതലേ +1 മുതലേ തന്നെ പ്രെപ്വൈസിൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്ന കോഴ്സസ് BA ഓണേഴ്സ് ഇക്കണോമിക്സും BA ഓണേഴ്സ് ജോഗ്രഫിയും ഇൻ്റഗ്രേറ്റഡ് MA ഇക്കണോമിക്സും ആയിരുന്നു. സോ ഈ 3 കോഴ്സസിന് കൗണ്ട് ചെയ്യുന്ന പേപ്പേഴ്സ് ആയിരുന്നു ഞാൻ എഴുതിയത്. ഞാൻ അറ്റൻഡ് ചെയ്ത പേപ്പേഴ്സ് ഇംഗ്ലീഷ്, ജനറൽ ടെസ്റ്റ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റീസ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ ഇസ്ലാമിയ ആയിരുന്നു. ഇതിൽ ഹൈദരാബാദിലും ജാമിയയിലും ഇക്കണോമിക്സ്, ഡൽഹിയിൽ ജോഗ്രഫി, ഇതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. സോ ഞാൻ പ്രെപ്വൈസിൻ്റെ കോച്ചിങ് എടുത്തത് 2023 ഫെബ്രുവരിയിലാണ്. +2 പഠിക്കുന്ന സമയത്താണ്. ഫുൾ പാക്കേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ അറ്റൻഡ് ചെയ്ത പേപ്പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പ്രിപ്പറേഷൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷ് ഞാൻ തുടക്കത്തിൽ വളരെയധികം ഇഗ്നോർ ചെയ്തൊരു പേപ്പറായിരുന്നു ഇംഗ്ലീഷ്. കാരണം ഇംഗ്ലീഷ് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്നൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതൊരു മിസ്റ്റേക്കായി പോയെന്ന് പിന്നീടാണ് മനസ്സിലായത്. കാരണം ഞാൻ ഡൊമെയിൻസിന് കുറച്ചധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരുന്നു പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് തുടക്കത്തിൽ. സോ ഇംഗ്ലീഷ് ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവസാനം എക്സാമിൻ്റെ ആ ഒരു സമയം എത്തിയപ്പോഴാണ് ഇത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു പേപ്പറല്ല, ഞാൻ കുറച്ചുകൂടി നേരത്തെ ഇംഗ്ലീഷ് തുടങ്ങിയിട്ടായിരുന്നു എന്ന് മനസ്സിലായത്. ഇംഗ്ലീഷിൻ്റെ സിലബസ് വരുമ്പോൾ റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ടാവും, പിന്നെ സിനോണിംസ്, ആൻറ്റണിംസ് ഉണ്ടാവും, പിന്നെ സിംഗിൾ വേർഡ് ഉണ്ടാവും, ഇഡിയംസ് ഉണ്ടാവും, ഫ്രേസിംഗ് വെർബ്സ് ഉണ്ടാവും, പിന്നെ ഗ്രാമർ ബോത്ത് തിയറിറ്റിക്കൽ ഗ്രാമർ ഉണ്ടാവും, പ്രാക്ടിക്കൽ ഗ്രാമറും ഉണ്ടാവും. ഞാൻ പ്രെപ്വൈസിൻ്റെ മെറ്റീരിയൽസ് മാത്രമാണ് ഇംഗ്ലീഷിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഭിരാമി മാമിൻ്റെ ക്ലാസ്സും മോക്ക് ടെസ്റ്റും ഒക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ഉണ്ടാകാഞ്ഞതും ഈ വർഷം ഉണ്ടായിരുന്നതും ഫോറിൻ വേർഡ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനായിരുന്നു. ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന മറ്റ് ലാംഗ്വേജസിലെ വേർഡ്സിൻ്റെ മീനിങ്, അതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് റൂട്ട് വേർഡ്സ് ഒക്കെ അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. റൂട്ട് വേർഡ്സ് ഞാൻ പഠിച്ചത് അഭിരാമി മാമിൻ്റെ ക്ലാസ്സിലാണ്. പിന്നെ ഇംഗ്ലീഷ് എൻ്റെ സ്കോർ വന്നത് 181 ആണ്, 181 ആണ് ഔട്ട് ഓഫ് 200. പിന്നെ അടുത്ത ഞാൻ എഴുതിയ പേപ്പർ ജനറൽ ടെസ്റ്റാണ്. ജനറൽ ടെസ്റ്റ് 250 മാർക്ക് ഉണ്ടാവുക. എനിക്ക് കിട്ടിയത് 202 ആണ്. ജനറൽ ടെസ്റ്റ് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നൊരു പേപ്പറായിരുന്നു. ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിരുന്നില്ല ജനറൽ ടെസ്റ്റിൻ്റെ കാര്യം. കാരണം അതിൻ്റെ സിലബസ് എനിക്ക് വളരെ വാസ്റ്റായിട്ട് തോന്നി. ഒരുപാട് റീസണിങ് ഉണ്ടായിരുന്നു, മാത്തമാറ്റിക്കൽ റീസണിങ് ആയാലും ലോജിക്കൽ റീസണിങ് ആയാലും, പിന്നെ GK, കറണ്ട് അഫേഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. സോ GK ഞാൻ നോർമലി ചോദിക്കുന്ന ആ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തു, വായിച്ചു നോക്കി. പിന്നെ കറണ്ട് അഫേഴ്സും പ്രെപ്വൈസിൻ്റെ വീഡിയോസ് അങ്ങനെ കണ്ടു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി എനിക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിരുന്നില്ല. എനിക്ക് ചോദിച്ച GK ക്വസ്റ്റ്യൻസും അത്യാവശ്യം സിമ്പിളായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ മാത്തമാറ്റിക്സിലാണ് എനിക്ക് മാർക്ക് കൂടുതലും പോയത് ജനറൽ ടെസ്റ്റിന്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അത്ര ടഫായിരുന്നില്ല ജനറൽ ടെസ്റ്റ്. 202 കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. സോ ജനറൽ ടെസ്റ്റിൻ്റെ കാര്യം അതാണ്.
ഇനി ഡൊമെയിൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, പൊളിറ്റിക്സ് ആയിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന ഡൊമെയിൻസ്. ഹിസ്റ്ററി എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നി. നോർമലി കഴിഞ്ഞ വർഷം ചോദിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ഹൈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ സി ആർ ടീസിൻ്റെ 3 ടെക്സ്റ്റുകളും ഏൻഷ്യൻറ്റ്, മിഡീവൽ ആൻഡ് മോഡേൺ, ഈ 3 ടെക്സ്റ്റുകൾ തന്നെയായിരുന്നു യൂസ് ചെയ്തത്. വേറെ മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പ്രിപ്പൈസിൻ്റെ ക്ലാസ്സസ് കണ്ടു, പിന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു, വാല്യൂ വരെ നോട്ട്സ് വായിച്ചു ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട്. എൻ്റെ സ്കോർ 194 ആയിരുന്നു ഔട്ട് ഓഫ് 200. പിന്നെ ജോഗ്രഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ ജോഗ്രഫിയിലെ 2 ടെക്സ്റ്റുകളും NCERT, ഇന്ത്യ, പീപ്പിൾ ആൻഡ് ഇക്കോണമി, ഫണ്ടമെൻറ്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി. അതിൽ ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈവൻ ബോക്സസിൽ നിന്ന് നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷനായിട്ട് കൊടുക്കുന്ന ബോക്സസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മാപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, പിന്നെ ചാർട്ട് ഡേറ്റയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, ഗ്രാഫിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. സോ അത് ആ ഒരു ടെക്സ്റ്റ്, ആ 2 ടെക്സ്റ്റുകളും എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം ഡീപ്പായിട്ട് തന്നെ നമ്മൾ കവർ ചെയ്യണം. പിന്നെ എൻ്റെ സ്കോർ 200 ആയിരുന്നു. 200 ഔട്ട് ഓഫ് 200 ഉണ്ടായിരുന്നു ജോഗ്രഫിക്ക്. പിന്നെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് 2 ടെക്സ്റ്റാണുള്ളത്. പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസും കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സും. എല്ലാ ലെസൺസും നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് +2 എക്സാം പോലെ ഒന്നും ഡിലീറ്റഡ് ആയിട്ടില്ല. സോ നമുക്ക് +2 പഠിക്കേണ്ട ലെസൺസും പഠിക്കേണ്ടതായിട്ട് വരും. സോ അതിനൊക്കെ എനിക്ക് പ്രിപ്പൈസിൻ്റെ ക്ലാസ്സാണ് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. പിന്നെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലായിടത്തു നിന്നും കിട്ടും, എല്ലാ കോണ്ടൻറ്റിനും കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് മാക്സിമം മീൻസ് എല്ലാം കവർ ചെയ്യുക. ടെക്സ്റ്റ് കവർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഡൊമെയിൻസ് 200 അടുപ്പിച്ച് തന്നെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. എനിക്ക് പൊളിറ്റിക്സിന് 200 ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് 200. പിന്നെ ഇക്കണോമിക്സ് എനിക്ക് കുറച്ചധികം ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു ഡൊമെയിൻ പേപ്പറായിരുന്നു. കാരണം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം ടഫായിരുന്നു. സോ ഞാൻ ആ ഒരു ലെവലിൽ ക്വസ്റ്റ്യൻസ് വരും എന്ന പ്രതീക്ഷിച്ച് തന്നെയാണ് എക്സാം അറ്റൻഡ് പ്രിപ്പയർ ചെയ്തത്. പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ പ്യുവർ NCERTs ആണ് യൂസ് ചെയ്തത്. നമുക്ക് 3 ടെക്സ്റ്റുകളാണ് പഠിക്കേണ്ടത്. 3 ടെക്സ്റ്റ് മുഴുവനായിട്ടില്ല. നമുക്ക് +1 ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫുള്ളായിട്ട് വേണം. +2 ഇൻട്രൊഡക്ടറി മാക്രോ ഇക്കണോമിക്സ് എന്നുള്ള ടെക്സ്റ്റ് ഫുള്ളായിട്ട് വേണം. പിന്നെ +2 തന്നെ ഇൻട്രൊഡക്ടറി മൈക്രോ ഇക്കണോമിക്സ് എന്ന ടെക്സ്റ്റിലെ ആദ്യത്തെയും രണ്ടാമത്തെയും ചാപ്റ്റേഴ്സ്, അതായത് ഇൻട്രൊഡക്ഷനും തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറും, ഈ 2 ലെസൺസാണ് ആ ടെക്സ്റ്റിൽ നിന്ന് വേണ്ടത്. ഓക്കെ, സോ നമുക്ക് ടോട്ടൽ 18 ലെസൺസ്, ഈ 3 ടെക്സ്റ്റിനായിട്ട് 18 ലെസൺസാണ് കവർ ചെയ്യേണ്ടത്. ഇതിൽ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ടെക്സ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അതിനകത്ത് ഒരുപാട് പഠിക്കാനുണ്ട്. പഠിക്കാൻ ഒരുപാട് എളുപ്പം മീൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കോൺസെപ്റ്റ് ഒന്നും അധികം അറിയത്തില്ല. കുറച്ചധികം ഹിസ്റ്ററിയാണ് നമ്മൾ അതിൽ ഹിസ്റ്ററി, കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഇത് പഠിക്കാനുണ്ട്. സോ ആ ഹിസ്റ്ററി എല്ലാം നമ്മൾ ഹിസ്റ്ററി ഡൊമെയിൻ പേപ്പർ പഠിക്കുന്നത് പോലെ തന്നെ വായിച്ചിരുന്നാൽ മതി. പിന്നെ കുറച്ച് പോളിസീസിൻ്റെ കാര്യം പഠിക്കുന്നുണ്ട്. അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത ഇയേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ വായിച്ചു. ആ ടെക്സ്റ്റിൽ തന്നെ പോവർട്ടി, റൂറൽ ഡെവലപ്മെൻറ്റ്, പിന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ പോലുള്ള ലെസൺസിലെ ഒരുപാട് പോളിസീസും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ പറ്റിയും അതിൽ കൊണ്ടുവന്ന വർഷം അതിൻ്റെ പെക്യുലാരിറ്റീസും ഒക്കെ പറയുന്നുണ്ട്. സോ അതൊക്കെ മാറി പോവാതെ ക്ലിയറായിട്ട് പഠിക്കുകയാണെങ്കിൽ പഠിച്ച്, അതുപോലെ തന്നെ ആ ടെക്സ്റ്റിലെ പറ്റുന്നത്ര ഡേറ്റ പഠിക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഏറ്റവും അധികം മാർക്ക് തരുന്ന ഒരു പേപ്പർ, ഒരു പോർഷൻ ആ ടെക്സ്റ്റാണ്. വളരെ സിമ്പിളാണ് അത് പഠിക്കാനായിട്ടും. സോ അതിലൊരു നല്ല ബേസ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഇക്കണോമിക്സ് നല്ലോണം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ മാക്രോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ലെസൺ ഒഴികെ ബാക്കി എല്ലാ ലെസൺസിലും നമുക്ക് ഒരുപാട് ഇക്വേഷൻസും ഡെറിവേഷൻസും ഒക്കെ വരുന്നുണ്ട്. സോ അതെല്ലാം കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. നമുക്ക് ഇക്കണോമിക്സ് +1 നമുക്ക് പിന്നെയും കാണാതെ പഠിക്കാനെങ്കിലും പറ്റും, +2 നമുക്ക് ഒരിക്കലും കാണാതെ പഠിക്കാൻ പറ്റില്ല. സോ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കണം മാക്രോ. കർവൊക്കെ നോക്കുക, കർവൊക്കെ വരച്ച് പഠിക്കുക. കർവിനെ കുറിച്ച് എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ന്യൂമറിക്കൽസൊക്കെ ചെയ്ത് നോക്കുക. എനിക്ക് മാക്രോയിൽ നിന്ന് ന്യൂമറിക്കലാകെ ഒരെണ്ണം മാത്രമേ വന്നിരുന്നുള്ളൂ. ഏതാണ്ട് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. മൈക്രോയിൽ നിന്ന് ഒരെണ്ണം, മാക്രോയിൽ നിന്ന് ഒരെണ്ണം, ടോട്ടൽ 3 എണ്ണം മാത്രമേ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇക്കണോമിക്സ്. പക്ഷേ അത് നോക്കി പോകുന്നതായിരിക്കും നല്ലത്. കർവെല്ലാം വരച്ച് പഠിക്കുക. കർവിൻ്റെ ഷേപ്പ് മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കും. പിന്നെ ഇക്വേഷൻസ് തറവാക്കുക. 4th ലെസൺ, അതായത് ഇൻകം ഡിറ്റർമിനേഷൻ എന്ന ലെസണിലെ APC MPC തുടങ്ങിയ കോൺസെപ്റ്റൊക്കെ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അത് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക്
അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മൈക്രോയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയും ഫസ്റ്റ് ലെസൺ ഇൻട്രൊഡക്ഷനാണ്, കുറച്ച് തിയറി പാർട്ട് പോലെയാണ്. സെക്കൻഡ് ലെസൺ കൺസ്യൂമർ ബിഹേവിയർ, അവിടെയും ഡിമാൻഡ്, ബഡ്ജറ്റ്, ഇൻഡിഫറൻസ് കർവ് പോലെയുള്ള ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. സോ അതൊന്നും നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയാൽ മാത്രം മതി. കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, ഗ്രാഫ് ഉള്ളിടത്തെല്ലാം അത് വരച്ച് തന്നെ പഠിക്കുക. പിന്നെ ന്യൂമറിക്കൽസ് ചെയ്യുക, ഇക്വേഷൻസ് തെറവാക്കുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മൈക്രോ കവർ ചെയ്യാൻ പറ്റും. ഇക്കണോമിക്സിൻ്റെ സ്കോർ 200 ആയിരുന്നു. സോ എൻ്റെ ഓവറോൾ സ്കോർ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ അനുസരിച്ച് എൻ്റെ ഓവറോൾ സ്കോർ ഔട്ട് ഓഫ് 800 781 ആയിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞിരുന്നു ഇംഗ്ലീഷും 3 ഡൊമെയിൻസിൻ്റെയും മാർക്കായിരിക്കും അവർ കൺസിഡർ ചെയ്യുക. സോ ഇംഗ്ലീഷിന് 181, പിന്നെ എനിക്ക് ജോഗ്രഫിക്കും പൊളിറ്റിക്സിനും ഇക്കണോമിക്സിനും 200 ഉണ്ടായിരുന്നു. സോ അത് 3 പ്ലസ് ഇംഗ്ലീഷിൻ്റെ സ്കോറായ 181 ചേർത്ത് 781 അതായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള എൻ്റെ സ്കോറ്. എനിക്ക് ഇക്കണോമിക്സിനും പൊളിറ്റിക്സിനും ജോഗ്രഫിക്കും 100% ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിന് 96% ആയിരുന്നു. ഹിസ്റ്ററിക്ക് 95% ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് ആപ്ലിക്കേഷൻ ഫേസാണ്. നമുക്ക് എക്സാം ഒരെണ്ണം മാത്രം എഴുതിയാൽ മതി, അതായത് ഒറ്റ ടെസ്റ്റ് മാത്രം ചെയ്താൽ മതിയെങ്കിലും നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും സെപ്പറേറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ അപ്ലൈ ചെയ്തത് 5 യൂണിവേഴ്സിറ്റീസിലേക്കായിരുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിൽ ഇൻ്റഗ്രേറ്റഡ് MA ഇക്കണോമിക്സ്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റഗ്രേറ്റഡ് MA ഇക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി. ബനാറസ് ഇന്ത്യ യൂണിവേഴ്സിറ്റിയിലേക്ക് ബിയോണസ് ജോഗ്രഫി, ഹിസ്റ്ററി. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് ബിയോണസ് ജോഗ്രഫി, ജാമിയ മിലിയയിലേക്ക് ബിയോണസ് ഇക്കണോമിക്സ്. ഇതിൽ ജാമിയ മിലിയയുടെ മാത്രം ആപ്ലിക്കേഷൻ നേരത്തെ ഉണ്ടായിരുന്നു, അതായത് CUET ആപ്ലിക്കേഷൻ തുടങ്ങിയ സമയത്ത് മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്തായിരുന്നു ജാമിയയുടെ ആപ്ലിക്കേഷൻ. ഫോർച്ചുനേറ്റ്ലി ഞാൻ ആ സമയത്ത് തന്നെ അത് അപ്ലൈ ചെയ്തു, കാരണം പലരും ആ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴായിരുന്നു അഡ്മിഷൻ. സോ കുറേ പേർക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. പ്രെവൈസ് വഴിയാണ് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കി ആ സമയത്ത് തന്നെ ചെയ്തിരുന്നു. ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റീസിൻ്റെ ആപ്ലിക്കേഷൻ എക്സാമിന് ശേഷമായിരുന്നു നടത്തിയിരുന്നത്. സോ ഞാൻ അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റീസിൽ ഹൈദരാബാദ് ഒഴികെ ബാക്കി 4 എനിക്ക് കിട്ടി. ഹൈദരാബാദ് പക്ഷേ എനിക്ക് വേണ്ടിയിരുന്നത് ഇക്കണോമിക്സ് ആയിരുന്നു. റാങ്ക് ലിസ്റ്റിൽ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നത് പൊളിറ്റിക്സും സോഷ്യോളജിയും ഹിസ്റ്ററിയും ആയിരുന്നു. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തില്ല. പിന്നെ ഹൈദരാബാദ് കിട്ടാത്തപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ജാമ്യയിലേക്ക് കിട്ടണമെന്നായിരുന്നു. പക്ഷേ ജാമ്യയുടെ ഒരു കുഴപ്പം മീൻസ് അവരുടെ മോസ്റ്റ് ഓഫ് ദി കോഴ്സസിലേക്കും അവരുടെ തന്നെ എൻട്രൻസ് എക്സാമാണ് നടത്തുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ വിട്ട് 15 കോഴ്സസിലേക്ക് മാത്രമാണ്, ഇക്കണോമിക്സ് ഉൾപ്പെടെയുള്ള 15 കോഴ്സസിലേക്കാണ് CUET വഴിയുള്ള അഡ്മിഷൻ നടത്തുന്നത്. സോ CUET വഴിയുള്ള കോഴ്സുകളുടെ റാങ്ക് ലിസ്റ്റ് അവർ കുറച്ച് ഡിലേ ആയിട്ടായിരുന്നു പബ്ലിഷ് ചെയ്തത്. അപ്പോഴേക്കും DUവിൻ്റെ പബ്ലിഷ് ചെയ്തത് 23-ാം തീയതിയാണ്. പക്ഷേ DUവിൻ്റെ ഓഗസ്റ്റ് മാസം ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി, ഈ ജോഗ്രഫി ഓണേഴ്സ് കിരൂരിമാൽ കോളേജിൽ. സോ ഞാൻ ആദ്യം വിചാരിച്ചത് DUവിൽ അഡ്മിഷൻ എടുക്കണ്ട, ജാമ്യയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, എന്തായാലും ഇക്കണോമിക്സ് തന്നെ ഫോളോ ചെയ്താൽ മതി എന്നായിരുന്നു എൻ്റെ ഒരു ഡിസിഷൻ. പിന്നെ ഞാൻ പേരൻസിനോട് പറഞ്ഞു, ഇക്കാര്യം ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ പ്രവൈസിലെ റഹീസ് സാറിനോട് ഇക്കാര്യം ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നത്, ഇപ്പോൾ കിട്ടിയ ഒരു സീറ്റ്, DUവിൽ കിട്ടിയ ഒരു സീറ്റ് മിസ് ചെയ്യേണ്ട, അത് ഒരു വലിയ കാര്യമാണ്. ഞാനിപ്പോൾ എനിക്കിതൊന്ന് മിസ് ചെയ്ത് ജാമ്യം കിട്ടിയില്ലെങ്കിലും എൻ്റെ ഒരു CUETക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള മുഴുവൻ എഫേർട്ടും വേസ്റ്റായി പോകുന്നു. സോ ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞു, ഇപ്പോൾ DUവിൽ കിട്ടിയ സീറ്റ് കളയണ്ട, അവിടെ പോയി ജോയിൻ ചെയ്യുക, JMI റിസൾട്ട് വരുമ്പോൾ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ മതിയെന്ന്. സോ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു, DUവിൽ ജോയിൻ ചെയ്തു കിരൂരിമാൽ കോളേജിൽ ജോഗ്രഫി ഓണേഴ്സിന്. അവിടെ ഞാൻ ഒരാഴ്ചയോളം ക്ലാസ് അറ്റൻഡ് ചെയ്തു. അവിടെ ക്ലാസ് തുടങ്ങിയത് ഓഗസ്റ്റ് 16-നാണ്. അന്ന് തൊട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഓഗസ്റ്റ് 23-ന് JMIയുടെ റിസൾട്ട് വന്നു. ഫോർച്ചുനേറ്റ്ലി ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ ഞാൻ ലിസ്റ്റിലുണ്ടായിരുന്നു. സോ എനിക്ക് സെലക്റ്റഡായി. സോ ഞാൻ JMIയിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തു. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിച്ച കോഴ്സ് എനിക്ക് കിട്ടി. ഇതിന് എനിക്ക് ഏറ്റവും അധികം താങ്ക്സ് പറയാനുള്ളത് പ്രെപ്വൈസ് ടീമിനോടാണ്. കാരണം ഒന്നാമത്തെ കാര്യം, എനിക്ക് വേണ്ട മെറ്റീരിയൽസും ഗൈഡൻസും അവർ പ്രൊവൈഡ് ചെയ്തു. 2, എന്നെ അപ്ഡേറ്റഡ് ആയിട്ട് അവർ കീപ്പ് ചെയ്തു. ഓരോ യൂണിവേഴ്സിറ്റി
ഈവൻ CUET പറ്റിയുള്ള ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും അതുപോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റീസ് അവരുടെ ആപ്ലിക്കേഷൻ പോർട്ടൽ തുറക്കുമ്പോഴുമൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ അവർ സെഷൻസ് ചെയ്തുകൊണ്ട് അബീസ് സാറും റഹീസ് സാറും ഒക്കെ സെഷൻസ് ചെയ്തുകൊണ്ട് നമുക്ക് അവെയറാക്കി നമ്മൾ ഈ സമയത്തിനുള്ളിൽ അപ്ലൈ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത്, ആപ്ലിക്കേഷൻ ഫീ എത്രയാണ് എന്നൊക്കെ. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് 2 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആദ്യം എനിക്കുണ്ടായിരുന്നത് സിദ്ര മാം ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇസ മാമിനെ എനിക്ക് മെൻറ്ററായിട്ട് കിട്ടി. ഇസ മാം ഇപ്പോൾ എനിക്ക് ഇസ ചേച്ചിയാണ്. ചേച്ചി ഇപ്പോൾ ജാമ്യയിൽ MA സൈക്കോളജി ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. ഇവിടെ വന്ന ശേഷം എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ജാമ്യയിൽ വന്ന ശേഷം. അങ്ങനെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രിപ്പൈസ് തന്നിരുന്നത്. ഇനിയും നിങ്ങൾക്കും 2024 CUET ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ജൂനിയേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിപ്പൈസിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസും നല്ല ഗൈഡൻസും കിട്ടുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. എനിക്കിപ്പോൾ കിട്ടിയതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് തന്നെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ പ്രിപ്പൈസിനും കുട്ടികളെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് അവർക്ക് വേണ്ട ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അത് വളരെ വലിയൊരു എഫേർട്ടാണ്. അതിനെ പ്രശംസിക്കാതെ വരെ വഴിയില്ല. സോ പ്രിപ്പൈസിനും എൻ്റെ പ്രിയപ്പെട്ട ജൂനിയേഴ്സിനും എല്ലാവർക്കും ഒരു വലിയ താങ്ക്സും എൻ്റെ ജൂനിയേഴ്സിന് ബെസ്റ്റ് വിഷസും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.